ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് കുറുക്കാണ്. 6 മാസം മുതൽ പ്രായമായ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കുറുക്കാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. വീട്ടിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. നമുക്ക് നാട്ടിൽ നിന്നും അംഗനവാടികളിൽ നിന്നും കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതൊരു 1/2 കിലോ പാക്കറ്റാണ്. ഇതിൻ്റെ 6 പാക്കറ്റാണ് നമുക്ക് മാസങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കാനായി കിട്ടുന്നത്. 3 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് ഇത് നൽകാവുന്നതാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, കുറുക്ക് തയ്യാറാക്കുന്നത് ഉപയോഗമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ആവശ്യത്തിനെടുത്ത് ചൂടുപാലിലോ വെള്ളത്തിലോ നല്ലവണ്ണം കലക്കി ചെറു ചൂടിൽ വേവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്നാണ് ഇത് പറയുന്നത്. 1 വയസ്സ് 1.5 വയസ്സ് വരെയൊക്കെ നമ്മൾ പാല് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാത്തത് കൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം തയ്യാറാക്കാനായിട്ട്. 1.5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പാൽ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കിതെങ്ങനെയാണ് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നത് നോക്കാം. അമൃതം പൊടി തയ്യാറാക്കാനായി നമുക്കൊരു പാത്രം എടുത്ത് വയ്ക്കാം. കുഞ്ഞുങ്ങൾക്ക് ഞാനിത് അമൃതം പൊടി തയ്യാറാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാനാണ്. ഓക്കെ, ഞാനിവിടെ ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ അമൃതം പൊടി ഇട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളത് കവർ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് 1 2 ഒരു 2.5 കപ്പ് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് അമൃതം പൊടി തയ്യാറാക്കാൻ എടുക്കുന്നത്. ഇതൊരു തവണത്തേക്ക് ഉണ്ടാവും. ഒരു ഫീഡിംഗ് ബോട്ടിൽ നിറച്ചെടുക്കാനുണ്ടാവും. അതായത് ഒരു 240 ml ഒരു ഫീഡിംഗ് ബോട്ടിൽ നിറച്ചെടുക്കാനായിട്ട് ഇത്രയും മതിയാവും. ആവശ്യാനുസരണം ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചാൽ ഇത് വേഗം അങ്ങ് പുളിച്ചു പോകും. അതുകൊണ്ട് ആവശ്യമനുസരിച്ച്, അതായത് ഓരോ തവണത്തേക്കും വേണ്ടി ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിതിലേക്ക് ഇത് കരിപ്പെട്ടിയാണ്. അതായത് അമൃതം പൊടിക്കകത്ത് കുറച്ച് മധുരമുണ്ട്, എന്നാലും കുട്ടികൾക്ക് കുറച്ചും കൂടെ മധുരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ നന്നായിട്ട് കഴിച്ചോളൂ. അതുകൊണ്ട് ഞാനിത് കരിപ്പെട്ടി കുറച്ച് ചീകിടുന്നുണ്ട്. അതെങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഏകദേശം കഴിയാറായിരിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു കത്തി എടുത്തിട്ട് കരിപ്പെട്ടി ഇങ്ങനെ ചീകിയിടണം. കരിപ്പെട്ടിക്ക് അങ്ങനെ പറയാൻ അളവൊന്നുമില്ല. ഇത്ര മതി എന്ന് നമുക്കറിയാമല്ലോ. മധുരമൊക്കെ യൂസ് ചെയ്യുന്നവരാകുമ്പോൾ കുട്ടികൾക്ക് ഇത്ര മതി എന്ന് തോന്നുമ്പോൾ കുറച്ചിട്ടാൽ മതി. അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉള്ളതാണ്. എന്നാലും എൻ്റെ കുഞ്ഞ് അമൃതം പൊടി തന്നെ കൊടുത്താൽ കഴിക്കത്തില്ല. അതിനുവേണ്ടി ഞാൻ കുറച്ച് കരിപ്പെട്ടി കൂടി ഇടുന്നത്. ഇത് ദോഷമൊന്നുമില്ല, നല്ല സാധനം. ഇതിങ്ങനെ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. ചീകി ഇട്ടിട്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് തയ്യാറാക്കുന്നത്. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറുക്ക് നന്നായി കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളുണ്ടാകാൻ പാടില്ല. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കട്ടകളുണ്ടെങ്കിൽ കുട്ടികൾ കുടിക്കില്ല. അതുപോലെ ഇത് ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇതിപ്പോൾ ഞാൻ 1 വയസ്സായ കുട്ടിക്കുള്ള പാകമാണ് കാണിക്കുന്നത്. കട്ടകൾ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഞാനത് കാണിച്ചു തരാം. ഞാനിത് ഗ്യാസിൽ വെച്ചിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ 1 ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായി കുറുക്ക് ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരും. നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. പുറത്തുനിന്ന് മേടിക്കുന്ന സെർലാക്കിനേക്കാളൊക്കെ നല്ലൊരു ആഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. എല്ലാ അംഗൻവാടികളിൽ നിന്നും കിട്ടും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. കട്ട കെട്ടിയാൽ വരില്ല. ഞാൻ ഫീഡിംഗ് ബോട്ടിൽ ഒഴിച്ചാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. ചിലരിത് സ്പൂൺ വഴി കോരി കൊടുക്കാറുണ്ട്. നമ്മുടെ അമൃതം പൊടി നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പോരാ, നമുക്കിനി 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ തീ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്.
ഓക്കെ, നമ്മുടെ കുറുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ കണ്ടോ അത് കുറുകിയിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഞാനൊരു ഞാൻ തീ കൂട്ടിയിട്ട് അത് വെന്തിട്ടുണ്ട്. തീ കൂട്ടിയിട്ടിട്ട് ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരുന്ന പരുവാകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും. ഓക്കെ, ഇതുണ്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇതിനി തണുത്ത ശേഷം ഇത് കുറച്ചുകൂടെ കുറുകി വരും. ഉണ്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഈ തിളച്ച് പൊങ്ങി വരുന്ന ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് പാൻ ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് തണുക്കാൻ വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട കിട്ടും. കട്ട ഒരിക്കലും ഫീഡിംഗ് ബോട്ടിലൂടെ ഒഴിച്ചു കൊടുക്കൽ, കുട്ടി അത് കുടിക്കില്ല. മതി ആയിട്ടുണ്ട്. ഇനി ഞാനിത് തീ ഓഫ് ചെയ്യുകയാണ്. ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. ഓക്കെ, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ചെറുതായി തണുത്ത് വരുന്നുണ്ട്. ഇത് ചെറു ചൂടിൽ ഞാൻ കുട്ടിക്ക് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ചിട്ട് നമ്മൾ വേറെ ജോലിക്ക് പോയാൽ ഇത് കട്ട പിടിച്ചു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രമേ സോഫ്റ്റായിട്ട് വരികയുള്ളൂ. ഇനി ഇതിൽ വേറൊന്നുമില്ല. ഞാനിതിന് ഫീഡിംഗ് ബോട്ടിലേക്ക് ഒഴിച്ച് കുഞ്ഞിന് കൊടുക്കും. അവനത് അവിടെ കിടന്ന് കുടിച്ചോളും. അല്ലാതെ സ്പൂൺ കൊണ്ട് കോരി വായിൽ വെച്ച് കൊടുക്കുകയോ പുറകെ നടക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ ചെറുതിലേ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ അമൃതം പൊടി പാക്കറ്റ് വരുന്നത്. ഇത് 6 മാസം മുതൽ 3 വയസ്സ് വരെയായ പ്രായമായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 6 മാസം മുതൽ മാത്രമേ അമൃതം പൊടി കൊടുക്കാവൂ. 6 മാസം വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് നല്ലത്. ഒരു കാരണവശാൽ പുറത്തെ പാലോ വേറെ എന്തെങ്കിലും പൊടിയോ ഒന്നും കലക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ അമൃതം പൊടി കൊണ്ട് നമ്മൾക്ക് ഇവർ ഈ കവറിൽ കാണിക്കുന്നുണ്ട് പുട്ടോ അപ്പോ ഒക്കെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് അംഗനവാടിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അംഗനവാടിയിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് ആ സമയത്ത് തന്നെ നമ്മൾ പോയി അംഗനവാടി രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കുഞ്ഞിന് 6 മാസം ആകുമ്പോൾ തൊട്ട് നമുക്കിത് തരും. പിന്നെ ഇത് ഇവരിതിൽ എഴുതിയേക്കുന്നതിൻ്റെ വെയിറ്റ് 500 ഗ്രാമാണ്. 500 ഗ്രാമിൻ്റെ 6 പാക്കറ്റാണ് കിട്ടുന്നത്. അതായത് നമുക്ക് 3 കിലോയാണ് മാസത്തിൽ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഇതിലെ ചേരുവകളും ഇതിലടങ്ങിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് നോക്കണം. അതുപോലെ എക്സ്പയറി ഡേറ്റ് നിർബന്ധമായും നോക്കണം. 3 മാസത്തേക്കാണ് എക്സ്പയറി ഡേറ്റ് ഇടുക. 3 മാസം കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇത് കുഞ്ഞിന് കൊടുക്കരുത്. അതുപോലെ ഇതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന വിധമൊക്കെ. ഓക്കെ, ചൂടുവെള്ളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇത് കുഞ്ഞിന് കലക്കി കൊടുക്കുന്നത്. നിങ്ങൾ 1.5 വയസ്സ് 2 വയസ്സായ കുട്ടികൾക്കൊക്കെ പാൽ ഉപയോഗിച്ച് കലക്കി കൊടുക്കാം. ഇങ്ങനെയാണ് പാക്കറ്റ്. ഇതിൻ്റെ കവറിങ്ങൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുകയല്ല, ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നല്ല ഗുണമുള്ളൊരു ആഹാരമാണ്. കണ്ടോ, ഇത് ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. ഫാൻ്റെ കീഴിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ച് തണുപ്പിച്ചെടുക്കാം.